ഒരൊറ്റ യഹൂദന്മാരും ചിന്തിച്ചതല്ല ഈ മതില് പണിയാൻ, ഈ വാതില് പണിയാൻ പേർഷ്യന്നൊരുത്തം വരുമെന്ന്. അവരെല്ലാം ഒന്നെങ്കിൽ ഈ പട്ടണം തകരും, അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നിന്ന് ആരെങ്കിലും എഴുന്നേക്കും. ഞാൻ ആരുടെ കൂടെയാണോ അസോസിയേറ്റ് ചെയ്യുന്നത്, ഞാൻ ആരുടെ കൂടെയാണോ നിൽക്കുന്നത്, ഞാൻ അതാവും. കള്ളന്റെ കൂടെ നടക്കുന്നവൻ കള്ളനാവും, കള്ളുടിയന്റെ കൂടെ നടക്കുന്നവൻ കള്ളുടിയനാവും. പ്രൈസ് ദി ലോർഡ്. കീബോർഡ് വായിക്കുന്നവന്റെ കൂടെ നടക്കുന്നവൻ കീബോർഡിസ്റ്റ് ആവും, പ്രവാചകന്റെ കൂടെ നടക്കുന്നവൻ പ്രവാചകനാവും. ഇത് ലോക സഹജമാണ്. അപ്പോൾ ഹന്നായിക്ക് ഒരു ആഗ്രഹം, ഹന്നായിയുടെ മകൻ ഒരു ശുശ്രൂഷകനാകണമെന്ന് ആഗ്രഹമുള്ള അമ്മമാരൊക്കെ ഉണ്ടെന്ന് കൈ ഉയർത്തി കാണിച്ചു. അയ്യോ അയ്യ, ഒന്ന് കൈ ഉയർത്തി കാണിച്ചു, ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ഹന്ന എന്നാ ചെയ്തു? ഹന്ന തന്റെ മകനെ ഒരു ശുശ്രൂഷകന്റെ ഒപ്പം ആക്കി വെച്ചു. അതിനകത്ത് വലിയൊരു തത്വം ഉണ്ട് കേട്ടോ, അതിനകത്ത് വലിയൊരു കാര്യം തന്നെ ഉണ്ട്. ഒരു ഏലി പുരോഹിതനില്ലാതെ ഒരു സാമുവേൽ ഉണ്ടാകത്തില്ല. ഈ സ്റ്റേജിൽ ഇരിക്കുന്ന കർത്തൃദാസന്മാരുടെ വില, ദൈവം അഭിഷേകം ചെയ്തവരുടെ വാല്യൂ അറിയാവുന്നവരുടെ കൈ ഒന്ന് ഉയർത്തി കാണിക്കാവോ? ഈ ഇവിടുന്ന് എത്രയും വേഗം പോകുന്നതായിരിക്കും എനിക്ക് നല്ലത്. സ്തോത്രം. ഹല്ലേലൂയ. മക്കളെ, സഹോദരങ്ങളെ, ഇതിന്റെ വില നിങ്ങൾക്ക് അറിഞ്ഞൂടാ. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിൽ ചവിട്ടിയാൽ യോർദാൻ രണ്ടായി വിഭാഗിക്കപ്പെടും. മനസ്സിലായോ? ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ദൈവത്തിന്റെ അഭിഷിക്തന്മാർ അവന്റെ കണ്ണിലെ കൃഷ്ണമണികളാണ്. അവന്റെ ദാസന്മാരെ, അവന്റെ പ്രവാചകന്മാരെ തൊടരുത് എന്ന് ദൈവം പറഞ്ഞത് അതുകൊണ്ടാണ്. അത് അവന്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നതിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ അവർ വളരെ വിലപ്പെട്ടവരാണ്. ഈ ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ദേശത്തിന്റെ നെടുകയും കുറുകയും നടന്ന് തെരുവോരങ്ങളിൽ പ്രസംഗിക്കുന്ന, ട്രാക്റ്റുകൾ കൊടുക്കുന്ന, സുവിശേഷ വേല ചെയ്യുന്ന, വിവിധ വീടുകളിൽ കയറി പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. നിങ്ങൾ വളരെ വിലപ്പെട്ടവരാണ്. നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ഒരു ഏലി പുരോഹിതനില്ലാതെ ഒരു സാമുവേൽ ഇല്ല. ഒരു സാമുവേലിനെ കൂടാതെ ഒരു ദാവീദ് ഇല്ല. ഒരു മോശയെ കൂടാതെ ഒരു ജോഷുവ ഇല്ല. ഒരു ഏലിയാവിനെ കൂടാതെ ഒരു എലീശ ഇല്ല. ഒരു ദാവീദിനെ കൂടാതെ എറിയുന്ന 400 വീരന്മാരില്ല. ക്രിസ്തു എന്ന അഭിഷിക്തനെ കൂടാതെ 12 അപ്പോസ്തലന്മാരില്ല. ഒരു അനന്യാസിനെ കൂടാതെ ഒരു പൗലോസ് ഇല്ല. ഒരു പൗലോസിനെ കൂടാതെ ഒരു തീമോത്തിയോസ് ഇല്ല. ഹല്ലേലൂയ. ആ കണക്ഷനുകൾക്കായി, ആ ബന്ധങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളെപ്പോഴും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണിത്, നമ്മുടെ ബന്ധങ്ങൾ. നമ്മൾ ആരുടെ കൂടെയാണോ അസോസിയേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ആത്മീക നിലവാരം അതുപോലെ ഇരിക്കും. മനസ്സിലായോ? ഇല്ല, ഒന്നുകൂടെ പറയാം. പുകവലിക്കാത്തൊരു മനുഷ്യൻ, പുകവലി ഇഷ്ടമല്ല, പുകവലിക്ക് എതിരാണ്. പുകവലിക്കുന്ന ഒരു മനുഷ്യന്റെ വാഹനത്തിനകത്ത് കയറിയാൽ പുക വലിച്ചില്ലെങ്കിലും 2 മണിക്കൂർ കഴിഞ്ഞാൽ കാറിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അവന്റെ ഷർട്ടിനകത്ത് ആ ബീഡിയുടെ, സിഗരറ്റിന്റെ മണം കാണും. പിടികിട്ടിയോ? ദുർഗന്ധം വമിക്കുന്ന ഒരു മനുഷ്യന്റെ കൂടെ നിങ്ങൾ ഇരുന്നാൽ നിങ്ങളും ആ ദുർഗന്ധത്തിന്റെ ഭാഗമായിരിക്കും. നല്ല പെർഫ്യൂമിന്റെ മണം ഷർട്ടിലുള്ള ഒരു മനുഷ്യന്റെ കൂടെ ഇരുന്നാൽ നിങ്ങളും ആ മണത്തിന്റെ ഭാഗമായിരിക്കും. നിങ്ങൾ ആരുടെ കൂടെയാണോ അസോസിയേറ്റ് ചെയ്യുന്നത്, നിങ്ങളെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. പരിഹാസിയോട് കൂടെ നടക്കുന്നവൻ പരിഹാസിയാവും, ജ്ഞാനിയോട് കൂടെ നടക്കുന്നവൻ ജ്ഞാനിയാകും. ഈ 2026 വർഷം വിജയകരമാകാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? നന്നാവാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് കൊതിക്കുന്ന എത്ര പേരുണ്ട്? എൻ്റെ കരങ്ങളെയും അധരങ്ങളെയും ദൈവം ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്?
കൃത്യമായി നിങ്ങൾ ആ നിലയിലുള്ള ബന്ധങ്ങൾ കീപ്പ് ചെയ്യണം. ചേർന്നൊരു ആമീൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്താണ് കേൾക്കുന്നത്, ഞാൻ എന്താണ് കാണുന്നത്, അതെന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കും. ഹന്നായ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു സാമുവേൽ ദൈവത്തിന്റെ ശുശ്രൂഷകനാകണം. അതുകൊണ്ടാണ് 1 ശമൂവേൽ 1:24 2 ശമൂവേൽ 11 വാക്യത്തിലും 21 വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്, സാമുവേൽ ദൈവത്തിന്റെ ആലയത്തിൽ വളർന്നു എന്ന്. മൂന്നാമതായി ആ മനുഷ്യൻ, ആ ചെറുപ്പക്കാരൻ യഹോവയുടെയും മനുഷ്യരുടെയും പ്രീതി ലഭിച്ചവനായിരുന്നു. വായിക്കാം 1 ശമൂവേൽ 2 വാക്യം. പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. ശമൂവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. സാമുവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. ഫേവർ. അങ്ങനെ വേദപുസ്തകം പ്രതിപാദിക്കുന്ന ഒരാളും കൂടെ ഉള്ളൂ. ആ ആള് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ഒന്ന് ഓർത്തു നോക്കിയേ, ഒരമ്മയുടെ അല്ലെങ്കിൽ ഒരു സഹോദരിയുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ് സാമുവേൽ. അത് ചെറുതായോ? അസാധാരണ മനുഷ്യനല്ലായിരുന്നോ? ഞാൻ ഈ താഴോട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. സാമുവേൽ പ്രവാചകന്റെ അടുക്കൽ വരുന്നവന്റെ മേളിൽ ദൈവത്തിന്റെ അഭിഷേകം ചലിക്കുമായിരുന്നു. സാമുവേൽ അഭിഷേകം ചെയ്ത ദാവീദും സാമുവേൽ അഭിഷേകം ചെയ്ത ശൗലും ഇവര് രണ്ടുപേരും രാജാക്കന്മാരല്ലായിരുന്നു. ഒന്നുകൂടെ പറയാം, സാമുവേൽ അഭിഷേകം ചെയ്ത ദാവീദും സാമുവേൽ അഭിഷേകം ചെയ്ത ശൗലും രണ്ടുപേരും രാജാക്കന്മാരല്ലായിരുന്നു. ശൗൽ അപ്പന്റെ കഴുതകളെ അന്വേഷിച്ച് സാമുവേലിന്റെ അടുക്കൽ എത്തിയ ആളാണ്. ദാവീദിനെ അപ്പന്റെ ആടുകളെ കാട്ടിൽ മേയിച്ചോണ്ടിരുന്നിടത്തുനിന്ന് വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നാണ്. പക്ഷെ സാമുവേൽ ഒരാളെ അഭിഷേകം ചെയ്താൽ അവന് രാജാവാകാതിരിക്കാൻ പറ്റില്ല. സാമുവേൽ ഒരാളെ അഭിഷേകം ചെയ്താൽ അവന് മുൻപിൽ വരാതിരിക്കാൻ പറ്റില്ല. അതുപോലെ ദൈവകൃപയുള്ള മനുഷ്യനായിരുന്നു. അവന്റെ വായിൽ നിന്ന് വീണ ഒരു വാക്കും നിഷ്ഫലമായില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓ താങ്ക് യു ലോർഡ് ജീസസ്. ഞാൻ ഈ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഒരു വാക്ക് പറയുകയാണ്. അത് എത്ര പേർ സ്വീകരിക്കുമെന്ന് അറിയില്ല. ഇത് ഞാൻ ആദ്യം സ്വീകരിക്കുകയാണ്. ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ശ്രോതാക്കൾ, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളിലും ഒരു ജനറേഷണൽ ബ്ലെസ്സിംഗ് ഉണ്ടാകാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ നിന്റെ തലമുറകളുടെ മേളിൽ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വെളിപ്പെടുന്ന ഒരു കരമായിരിക്കും. ആമേൻ. ഓ വിശ്വസിക്കുന്നവർ, മക്കൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ കൈകളൊന്ന് തട്ടി ചില മിനിറ്റുകൾ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. നിന്റെ തലമുറകൾ, നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവിൻ തൈകൾ ആയിരിക്കും. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്റെ മേൽ പകർന്ന എന്റെ ആത്മാവിനെ നിന്റെ സന്തതിയിൽ നിന്നും നിന്റെ സന്തതിയുടെ മേൽ നിന്നും ഒരു നാളും നീങ്ങി പോകത്തില്ല എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം ഇതിനകത്തിരിക്കുന്ന ചില തലമുറകളെ അഭിഷേകം ചെയ്യട്ടെ. Father, in the name of Jesus, a generational blessing ഉണ്ടാകട്ടെ. Thank you Jesus. അതിന്റെ ഒരു പ്രധാന കാരണം ഞാൻ പറയാം. ഒരു പ്രധാന കാരണം ശ്രദ്ധിക്കുന്നുണ്ടോ? ഇന്ന് രാത്രിത്തെ മെസ്സേജിനെ ഒരു പ്രാവചനികമായ ഒരു പ്രൊഫറ്റിക് മെസ്സേജായി നിങ്ങൾ കാണണം. സ്തോത്രം. ഒന്ന്, ദൈവസഭകൾക്കകത്ത് ഈ തലമുറയിലുള്ളവർ, മാതാപിതാക്കൾ, തലമുറകളെ കുറിച്ച് കൺസേൺ ഉണ്ടാകണം. നിങ്ങളുടെ മക്കൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. നിങ്ങളുടെ തലമുറകൾ ആലയത്തോട് കൂറും സ്നേഹമുള്ളവരായിരിക്കണം. ഇന്ന് ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളിലൊന്നും ചർച്ചുകളിൽ ചെറുപ്പക്കാരില്ല. ഹല്ലേലൂയ. നമ്മുടെ ഈ കാലം കൊണ്ട് തീരാനുള്ളതാണോ ഇത്? ഞാൻ മാത്രം മതി. ചിലർക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഞാൻ മാത്രം മതി, ഞാനാകുന്നവൻ ഞാനാകുന്നു. ആരും മിണ്ടുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. മതിയോ? പണ്ടൊരിക്കലൊരു മനുഷ്യൻ ബസ് കാത്തു നിന്നു. ഒറ്റ ബസ് ആ റോഡിൽ നിർത്തുന്നില്ല. അങ്ങനെ കുറെ
ബസ്സുകൾ പോയി. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്, പുള്ളി കൈ കാണിക്കണോ വേണ്ടെന്ന് ഒന്ന് ആശങ്കപ്പെട്ടു. കാരണം ഓർഡിനറി ബസ്സും സാധാ ബസ്സും ഒന്നും നിന്നില്ല അവിടെ. എന്നാൽ ഈ മനുഷ്യൻ സൂപ്പർ ഫാസ്റ്റിന് കൈ കാണിച്ചു. കൃത്യമായിട്ട് ആ സ്റ്റോപ്പിൽ സൂപ്പർ ഫാസ്റ്റ് ബസ് നിർത്തി. അയാൾ അത്ഭുതപ്പെട്ടു പോയി. അയാൾ ചാടി ബസ്സിനകത്ത് കയറിയിട്ടുടനെ കണ്ടക്ടറോട് പറഞ്ഞു താങ്ക് യു, ഡ്രൈവറോട് ഒന്ന് പറഞ്ഞേക്കണം താങ്ക് യു. അത് കഴിഞ്ഞൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ബസ് അടുത്തടുത്ത് നിർത്തി. അവിടെ കൈ കാണിച്ച ആളെയും കയറ്റി. പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുത്ത ജംഗ്ഷനിൽ നിർത്തി. അവിടെ കൈ കാണിച്ച ആളെയും കയറ്റി. ഒരു 7-8 സ്ഥലത്ത് ഇങ്ങനെ നിർത്തി കഴിഞ്ഞപ്പോൾ ഈ ആദ്യം കയറിയവൻ അസ്വസ്ഥനായി. അവൻ പറഞ്ഞു ഇതെന്താ ഇടപാടാ, ഇങ്ങനെയാണോ സൂപ്പർ ഫാസ്റ്റ് പോകണ്ടി? ഇതാണോ സൂപ്പർ ഫാസ്റ്റ്? ഞാൻ ടിക്കറ്റ് എടുത്ത് തീ കയറിയിട്ട് ഇതാണോ സൂപ്പർ ഫാസ്റ്റ്? അത് വഴി നിൽക്കുന്നവരെ എല്ലാം കയറ്റുന്നതാണോ സൂപ്പർ ഫാസ്റ്റ്? കണ്ടക്ടർ തോളി തട്ടിട്ട് പറഞ്ഞു ചേട്ടൻ എങ്ങനെ ആദ്യം ഇതിൽ കയറിയെന്ന് ഓർത്തോണം. അതെല്ലാ ചേട്ടന്മാരും ഓർത്തോണം. ഒന്ന് ചേർന്ന് കർത്താവിന് നന്ദി പറഞ്ഞു. എല്ലാ ചേട്ടന്മാരും ഓർത്തോണം. ഇത് അവന്റെ കരുണയാ, ഇത് അവന്റെ കരുണയാ, ഇത് അവന്റെ ദയയാ, ഇത് അവന്റെ ഞാൻ കയറി കഴിഞ്ഞാൽ പിന്നെ ആരും കയറരുത്. ഞാൻ ബസ്സിൽ കയറിയാൽ പിന്നെ ഒരുത്തനും കയറാൻ പാടില്ല. ഹല്ലേലൂയ. അവല്ല, ഞാൻ ആഗ്രഹിക്കുന്നു ഈ കല്ലിയൂർ കൺവെൻഷനിൽ ഈ സഭ, നിങ്ങൾക്ക് എത്ര ചർച്ച ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ 1000 സഭകൾ കാണാം, 100 സഭകൾ കാണാം, മറ്റ് ദൈവദാസന്മാർ കാണാം, ഈ ലൈവിൽ കാണാം. ഞാൻ അവരോട് സ്നേഹത്തോടെ പറയുന്നു, ഒരു ജനറേഷൻ എഴുന്നേറ്റ് വരണം, ഒരു തലമുറ എഴുന്നേറ്റ് വരണം. ഇതിനകത്തിരിക്കുന്നവർ ഒതുക്കുന്നവരാകരുത്, ഇതിനകത്തിരിക്കുന്നവർ വളർത്തുന്നവരാകണം. അങ്ങനെയുള്ളവർ ഒന്ന് കരമടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. നീ ഒതുക്കുന്നവനാകരുത്, നീ വളർത്തുന്നവനാകണം. നീ പരിഹാസിയാകരുത്, നീ പ്രോത്സാഹിപ്പിക്കുന്നവനാകണം. ഇനി ആരൊക്കെ ഒതുക്കിയാലും ഞാനൊരു സംഭവം പറയാൻ പോവാ. ഈ സാമുവേലിന്റെ കാലത്തെ ഒട്ടും ആത്മീകമായി പ്രചോദനം കിട്ടാത്ത, ഒട്ടും ഒരുത്തന് കേറി വരാൻ, സ്പിരിച്വലി ആത്മീകമായി കേറി വരാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ കേറി വന്ന ആളാണ് സാമുവേൽ. പിടികിട്ടിയോ? പിടികിട്ടിയില്ല? എന്നാ വായിച്ചോ. കാരണം ഈ സാമുവേലിന്റെ കാലത്ത് വചനം ദുർലഭമായിരുന്നു. ദൈവവചനത്തിൽ ആലയത്തിൽ രാവും പകലും കത്തി നിൽക്കേണ്ട വിളക്ക് കേട്ടുപോകുന്ന അവസ്ഥയായിരുന്നു. 1 ശമൂവേൽ 2:12 മുതൽ 17 വരെ ഒന്ന് വായിച്ചേ. 1 ശമൂവേൽ 2:12 മുതൽ 17 വരെ. അന്നത്തെ ആ സെറ്റപ്പ് എന്നാണെന്ന് മനസ്സിലാക്കാം. എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്ത. ഏലിയുടെ പുത്രന്മാരെന്ന് പറഞ്ഞാൽ പുരോഹിതന്റെ പുത്രന്മാർ, പാസ്റ്ററിന്റെ മക്കള്. പറഞ്ഞേ, പാസ്റ്ററിന്റെ മക്കള്. അന്നത്തെ കാലത്ത് ഏലിയുടെ പുത്രന്മാർ നീചന്മാരും ചർച്ചിനകത്ത് ശുശ്രൂഷയിൽ നിൽക്കേണ്ട ആളുകൾ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. അവർക്ക് ദൈവത്തെ ഭയമോ ദൈവത്തെ ഓർക്കുകയൊന്നും ചെയ്യാത്തവരായിരുന്നു. അടുത്ത വാക്യം. ഈ പുരോഹിതന്മാർ ജനത്തോട് ആചരിച്ച വിധം എങ്ങനെയെന്നാൽ, വല്ലവരും ഒരു യാഗം കഴിക്കുമ്പോൾ മാംസം വേവിക്കുന്ന സമയത്ത് പുരോഹിതന്റെ ബാല്യക്കാരൻ കയ്യിൽ മുപ്പല്ലിയുമായി വന്ന് കലത്തിലോ ഉരുളിയിലോ കുട്ടകത്തിലോ. ഈ സാമുവേൽ നിൽക്കുന്ന ചർച്ചിലെ യാഗപീഠത്തിൽ ഒരു യാഗം കഴിച്ചാൽ, ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗം കഴിച്ചാൽ, ആടോ മാടോ എന്തെങ്കിലും ആകട്ടെ, ഈ യാഗപീഠത്തിൽ ഇരിക്കുന്ന യാഗവസ്തു, നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ബാർബിക്യൂയും തണ്ടൂരി ചിക്കനും ഗ്രില്ലും ഒക്കെ പോലെ, ഈ മാംസം അങ്ങോട്ട് വേവുമ്പം ദൈവത്തിനർപ്പിച്ച, യാഗപീഠത്തിൽ അർപ്പിച്ച യാഗവസ്തുവിൽ നിന്ന് മാംസം കൊണ്ടുവന്ന് ഫോർക്കിനെടുത്തോണ്ട് പോയി, മുപ്പല്ലി കൊണ്ടുവന്ന് കുത്തി എടുത്തോണ്ട് പോയി ദൈവത്തിന് അർപ്പിച്ച യാഗവസ്തു കൊണ്ട് മാറിയിരുന്ന് തിന്നുന്ന ഒരു തലമുറയുടെ ഇടയിൽ വളർന്നു വന്നവനാ സാമുവേൽ. ഒന്ന് ഓർത്തു നോക്കിയേ എന്താ എൻകറേജ്മെന്റ് ആണെന്ന്. ഒന്ന്, പുരോഹിതനെ സംബന്ധിച്ച് സ്തോത്രമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം, അല്ലെ മെസ്സേജ് കുറച്ചുകൂടെ കടുക്കും. പുരോഹിതനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള കാഴ്ചപ്പാടുമില്ല. പുള്ളി ആലയത്തിൽ കത്തിയിരിക്കേണ്ട വിളക്ക് ഊതി അണച്ചേച്ച് ഉറങ്ങുകയാണ്. കത്തി നിൽക്കേണ്ട വിളക്ക്, ആലയത്തിൽ കത്തി നിൽക്കേണ്ട വിളക്ക് ഊതി അണച്ചിട്ട് ഉറങ്ങുന്നു. അണ്ട് ഇത്രയും പ്രസംഗം ഇവിടെ നടക്കുമ്പോഴും ഉറങ്ങുന്നവരില്ലേ? നോർത്ത് നോക്കിയേ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടൊരു സംഭവം, ഈ ഒരിടത്തൊരു പുതിയ ചർച്ച് തുടങ്ങിയപ്പോൾ
അയലോക്കക്കാരന് ശബ്ദമാണ്, ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ SIക്ക് പരാതി കൊടുത്തു. SIയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഈ ചർച്ചുകാർ കാരണം ഞങ്ങളുടെ ഉറക്കം പോവുകയാണ്, അല്ലെങ്കിൽ സാറ് പോയി അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥല SI സിവിൽ ഡ്രസ്സിൽ, അദ്ദേഹത്തിൻ്റെ യൂണിഫോമിലല്ല, സിവിൽ ഡ്രസ്സിൽ ഈ ചർച്ചിനകത്ത് ഞായറാഴ്ച രാവിലെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ വന്നു കയറിയിരുന്നു. ശബ്ദം, ഇതിനകത്ത് ബഹളം എന്തുവാന്നറിയാൻ. പുള്ളി വന്ന് തൊട്ടടുത്തിരുന്ന് നോക്കുന്നവൻ ഇത്രയും ശബ്ദം നടക്കുമ്പോ തൊട്ടപ്പുറത്തിരിക്കുന്നവൻ ഉറങ്ങുന്നു. ഹല്ലേലൂയ. പുള്ളി ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോ പുറകിരുന്ന 2 അമ്മമ്മമാരൂടെ ഉറങ്ങുന്നു. പുള്ളി സ്വോത്രകാഴ്ചയുടെ സമയമൊക്കെ ആയപ്പോഴത്തേന് പുള്ളി അവിടുന്ന് ഇറങ്ങി വെളിയിൽ ഇറങ്ങി വന്നിട്ട് ഇവനോട് പറഞ്ഞു, നിന്റെ പരാതി ഞങ്ങൾ ക്യാൻസൽ ചെയ്തേക്കുന്നു പറഞ്ഞു. നിന്റെ പരാതി ക്യാൻസൽ ചെയ്തേക്കുന്നു, കാരണം ഇനി പരാതിയില്ലെന്ന് പറഞ്ഞു. അവൻ ചോദിച്ചു, അതെന്നാ പറ്റി? എടാ, നിനക്കെന്നാ ഉറങ്ങാൻ പറ്റാത്ത? അതിനകത്തിരിക്കുന്നവൻ ഉറങ്ങുന്നെന്ന് പറഞ്ഞു. നിനക്കെന്നാ പ്രശ്നം എന്ന് ചോദിച്ചു. സ്തോത്രം. പിന്നെ എന്തോന്ന് ശബ്ദം? ദൈവവചനം ദുർലഭമായിരുന്ന കാലം, പുരോഹിതന്മാർ ആലയത്തിൽ കത്തിയിരുന്ന വിളക്ക് അണച്ചിട്ട് കിടന്നുറങ്ങിയ കാലം, യാഗപീഠത്തിനകത്ത് വെച്ചിരുന്ന ദൈവത്തിന് യാഗമർപ്പിക്കുന്ന യാഗവസ്തു മുപ്പല്ലി കൊണ്ട് കുത്തിയെടുത്തോണ്ട് പോയി തിന്നുന്ന തലമുറയും പാസ്റ്റർമാരും അച്ഛന്മാരും ഒക്കെ ഉള്ള ഒരു സമൂഹത്തിന്റെ നടുവിൽ ഒരുത്തൻ കേറി വരിക എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപയല്ലേ? ഓ റബ ഖൽബ്രചാലമായ ആഞ്ചല, ഞാൻ ഇങ്ങനെ ഇന്ന് രാത്രിയിൽ ആരാധിക്കുന്നത് പറയുന്നു. സാഹചര്യം നിനക്ക് എത്ര എതിരാണെങ്കിലും, നീ കാണുന്നത് കൈപ്പേറിയ അവസ്ഥകളാണെങ്കിലും, നിന്നെ ഡിസ്കറേജ് ചെയ്യുന്ന, നിന്നെ ഇടിച്ചു താഴ്ത്തുന്ന അനുഭവങ്ങൾ നിന്റെ മുൻപിലുണ്ടെങ്കിലും നീ പുറകോട്ട് പോകരുത്, നീ തളർന്നു പോകരുത്, നിന്റെ പ്രാർത്ഥന കുറയ്ക്കരുത്, നിന്റെ ആരാധന നിർത്തരുത്, നിന്റെ വചന ധ്യാനം അവസാനിപ്പിക്കരുത്, നിന്റെ അഭിഷേകത്തിൽ നിന്ന് പുറകോട്ട് പോകരുത്. ആ കൈകൾ അടിച്ചെന്ന് രാത്രിയിൽ ശബ്ദമുയർത്തി ദൈവത്തിന് നന്ദി. ഓ, അതിശക്തമേറിയ ഒരു അഭിഷേകം ഇന്ന് രാത്രി ഇത് ചലിക്കട്ടെ. അപ്പുറത്തിരിക്കുന്നവനെ നോക്കുകയല്ല, ഇപ്പുറത്തിരിക്കുന്നവനെ നോക്കുകയല്ല, വീണുപോയ ശൗലുമാരെ നോക്കുകയല്ല, സെൻബല്ലത്തുമാരെ നോക്കുകയല്ല, ഗോലിയാത്തുമാരെ നോക്കുകയല്ല. ഇന്ന് രാത്രിയിൽ ആത്മശക്തിയിൽ മുന്നേറുന്ന ഒരു തലമുറ ഉണ്ടാകട്ടെ. ഓ, come on pastors, ദൈവദാസന്മാർ, കൊയറിലുള്ള കുഞ്ഞുങ്ങൾ ആത്മാവിൽ ആരാധിച്ചു, ഈ മുമ്പിലിരിക്കുന്നവർ ആത്മാവിൽ ആരാധിച്ചു. ഓ ജീസസ്, ഓ ജീസസ്, നിന്നെ ആത്മീകമായി തളർത്തുവാൻ നോക്കുന്ന സകല സാഹചര്യങ്ങളെ ഇന്ന് രാത്രിയിൽ ഒന്ന് തകർത്തുകൊണ്ട് യഹോവയെ കാത്തിരിക്കുന്നവൻ അവൻ ശക്തിയെ പുതുക്കും. കഴുകനെ പോലെ ചിറകടിച്ചു കയറും, ചിറകടിച്ചു കയറും, ചിറകടിച്ചു കയറും, ആത്മാവിലൊന്ന് അടിച്ചു കയറുന്നു. ജീസസ്, ജീസസ്, ജീസസ്. നിന്നെ മടുപ്പിച്ചു കളയാൻ, നിന്റെ പ്രാർത്ഥനയെ അവസാനിപ്പിക്കാൻ, നിന്റെ ആരാധന ഇല്ലാതെയാക്കാൻ, നിന്റെ സ്തുതികളെ കുറച്ചു കളയാൻ, നിന്റെ ഉത്സാഹത്തെ കുറച്ചു കളയാൻ, മടുപ്പിക്കാൻ ശ്രമിക്കുന്ന സകല പൈശാചിക പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി തകർന്നു പോകട്ടെ. സാമുവേൽമാർ എഴുന്നേൽക്കട്ടെ. കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട ഏലിമാരുടെ ഇടയിൽ, കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട ഒരു തലമുറയുടെ ഇടയിൽ, കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട ഒരു കൂട്ടത്തിന്റെ ഇടയിൽ വിളിക്കപ്പെട്ട സാമുവേൽമാർ. ദൈവം നിന്നെ കണ്ടതാണ്. ആരാധിക്കുന്ന സഹോദരി, ദൈവം നിന്നെ കണ്ടതാണ്. ആരാധിക്കുന്ന സഹോദര, ദൈവം നിന്നെ കണ്ടതാണ്. ഈ കാലഘട്ടത്തിന്റെ ദൈവശബ്ദമായി, ഈ കാലഘട്ടത്തിന്റെ പ്രവാചകനായി, ഈ കാലഘട്ടത്തിന്റെ പ്രവാചകിയായി ഒരു തലമുറയെ അഭിഷേകം ചെയ്യാൻ ഉപയോഗിക്കുന്ന സാമുവേലുമാരായി ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കട്ടെ. ആലയത്തിൽ കത്തണ്ട വിളക്കുകളെ ഊതിക്കെടുത്തുന്ന ഏലിമാരല്ല, ആലയത്തിൽ കത്തണ്ട വിളക്കുകളെ ഊതിക്കെടുത്തുന്ന കൂട്ടമല്ല, ഇന്ന് രാത്രിയിൽ ആളിക്കത്തിക്കുന്നു, ആളിക്കത്തിക്കുന്ന യാഗപീഠത്തിലെ യാഗവസ്തുവിനെ ഉപ്പള്ളി കൊണ്ട് കുത്തിയെടുക്കുന്ന കൂട്ടമല്ല, ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ
ദൈവത്തിന്റെ സന്നിധി ഒരു സൗരഭ്യ വാസന, ഒരു പരമയോഗമായി അങ്ങനെ ഒരു തലമുറയെ ദൈവം ഇതിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കുകയാണ്. ആരാധിക്കാൻ തോന്നുന്നില്ല. കാരണം എന്റെ ചുറ്റും എനിക്ക് അങ്ങനെ ആരാധിക്കുന്നവരെ കാണാൻ പറ്റുന്നില്ല. പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. കാരണം എന്റെ ചുറ്റും പ്രാർത്ഥിക്കുന്നവരെ എനിക്കിന്ന് കാണാനില്ല. സുവിശേഷം പറയാൻ തോന്നുന്നില്ല. എന്റെ ചുറ്റും സുവിശേഷം പറയുന്നവരെ കാണുന്നില്ല. അതിന്റെ നടുവിൽ, ഇങ്ങനൊരു തലമുറയുടെ നടുവിൽ, ആലയത്തിന്റെ വിളക്കണച്ച് കിടന്നുറങ്ങുന്ന ഏലിമാരുടെ നടുവിൽ, മുപ്പല്ലി കൊണ്ട് യാഗവസ്തുവിനെ കുത്തിത്തിന്നുന്ന ഒരു തലമുറയുടെ നടുവിൽ, ദൈവഭയമില്ലാത്തൊരു കൂട്ടത്തിന്റെ നടുവിൽ, ദൈവഭയം നഷ്ടപ്പെട്ടൊരു തലമുറയുടെ നടുവിൽ, ആമീൻ, രാജ്യങ്ങളെയും രാജാക്കന്മാരെയും തൊടാൻ ചില സാമുവേലുമാരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ഓ യെസ് യെസ്, ദൈവാത്മാവ് ചലിക്കുന്നു. എനിക്ക് നന്നായി അറിയാം, ഈ കൂട്ടത്തിൽ പരിശുദ്ധാത്മ ചലിക്കുന്നു. കാഴ്ചക്കാർക്ക് വേണ്ടിയല്ല, സ്തുതിക്കുന്നവർക്ക് വേണ്ടി, ആരാധിക്കുന്നവർക്ക് വേണ്ടി. നിന്റെ ഭവനത്തിൽ നിന്ന് ചില കഴുകന്മാർ ചിറകടിച്ച് കയറാൻ പോകുകയാണ്. നിന്റെ വീട്ടിൽ നിന്ന് ചില പ്രവാചകന്മാരെ പരിശുദ്ധാത്മ എഴുന്നേൽപ്പിക്കട്ടെ. കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടവരുടെ ഇടയിൽ വെളിപ്പാടുകൾ കാണുന്ന ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ഈ സമയത്ത് ജനത്തെ, ആ തലമുറയെ ദൈവത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നവനാണ് സാമുവേൽ. പ്രസംഗിക്കേണ്ട, മാതൃകയാകേണ്ട, മുന്നിൽ നിൽക്കേണ്ട ആള് ആലയത്തിന്റെ വിളക്ക് ഊതിക്കെടുതി ഉറങ്ങുകയാണ്. പിന്നെ പുള്ളിയുടെ ജനറേഷൻ, പുള്ളിയുടെ തലമുറ മാതൃകയാവേണ്ടവരാണ്. അവര് ഒരു ദൈവഭയവും ഇല്ലാതെ മുപ്പല്ലി കൊണ്ടുവന്ന് മാംസം കുത്തിയെടുത്ത് യാഗപീഠത്തിൽ ദൈവത്തിന് അർപ്പിച്ചതിരുന്ന് തിന്നുകയാണ്. അവരുടെ ഇടയിലാണ് ഈ സാമുവേൽ വളർന്നു വന്നത്. അവരുടെ മധ്യയിലാണ് ഈ മനുഷ്യൻ ദൈവകൃപയിൽ പൊങ്ങി വന്നത്. ഇന്ന് രാത്രിയിൽ നിനക്ക് ചുറ്റും എന്തെല്ലാം നടന്നാലും നിന്റെ അകത്ത് കത്തിയ അഭിഷേകത്തിന്റെ അഗ്നിയും, നിന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപയും, നിന്റെ അകത്ത് ദൈവം തന്ന ദൈവീക ദർശനവും, നിങ്ങളകത്ത് വ്യാപരിക്കുന്ന പ്രാർത്ഥനയുടെ ആത്മാവും കെട്ടുപോകരുത്, കെട്ടുപോകരുത്, കെട്ടുപോകരുത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അതിനായി ചിലതിനെ അഭിഷേകം ചെയ്യട്ടെ. ആ കാലഘട്ടത്തിൽ വലിയ കൂട്ടം ആളുകളെ, ഒന്ന് ശമൂവേലിന്റെ പ്രവചന പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അതിന്റെ 3 മുതൽ 17 വരെയുള്ള വാക്യം വായിക്കും. ഇന്ന് വായിക്കാൻ നേരെയില്ല, കാരണം എന്റെ പ്രധാന ഭാഗം എബനേസർ എന്ന ഭാഗത്തിൽ എനിക്ക് വരണം. ആ വാക്ക് നിങ്ങൾ വായിക്കുമ്പോൾ പാസ്റ്റർ ഒന്ന് വായിക്കാവോ? 7-ന്റെ 3 മുതൽ 17 വരെ പെട്ടെന്ന്. അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെങ്കിലേക്ക് തിരിയുന്നു എങ്കിൽ. നിങ്ങൾ നോക്കിയേ, വലിയ ഒരു കൂട്ടം ജനം ദൈവഭയം ഇല്ലാതെ ദൈവത്തിൽ നകന്ന്, പുരോഹിതന്റെ മക്കളും വിശ്വാസിയും കുടുംബങ്ങളും എല്ലാം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തലതിരിഞ്ഞ് ജീവിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ഒരാള് ഇവരെ മുഴുവൻ ദൈവത്തിലേക്ക് തിരിക്കുകയാണ്. പിടികിട്ടുന്നോ? ഞാൻ വീണ്ടും പറയുന്നു, കൃപയുള്ള ഒരാള്, അഭിഷേകമുള്ള ഒരാള്, പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി, വിശ്വസിക്കുന്ന ഒരാള് ഈ കൂട്ടത്തിനകത്തിരിപ്പുണ്ടെങ്കിൽ നിന്നെ ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റും. സാമുവേൽ
ഒറ്റയ്ക്ക് നിന്ന് പ്രസംഗിക്കുകയാണ്. എന്താണ് പറഞ്ഞത്? നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നുവെങ്കിൽ അന്യദൈവങ്ങളെയും അസ്തരേത് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവീൻ. എന്നാൽ അവൻ നിങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ മക്കൾ ബാൽ വിഗ്രഹങ്ങളെയും അസ്തരേത് പ്രതിഷ്ഠകളെയും നീക്കിക്കളഞ്ഞ് യഹോവയെ മാത്രം സേവിച്ചു. ഈ ദൈവത്തിലേക്ക് തിരിഞ്ഞവന് മാത്രമേ അനേകരെ ദൈവത്തിലേക്ക് തിരിക്കാൻ പറ്റൂ. പ്രാർത്ഥിക്കുന്നവന് മാത്രമേ അനേകരെ പ്രാർത്ഥനയിൽ എൻകറേജ് ചെയ്യാൻ പറ്റൂ. ചില സഭകളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പാസ്റ്റർമാര് ആരാധനയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരായിരിക്കും. എന്ന് പറഞ്ഞാൽ വർഷിപ്പിന്, ഇവിടെ ഒത്തിരി വർഷിപ്പ് ചെയ്യുന്ന ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. വർഷിപ്പിന് ഭയങ്കര പ്രാധാന്യത കൊടുക്കുന്ന പാസ്റ്റർമാരുള്ള ചർച്ചിൽ ഇൻസ്ട്രുമെന്റ് വായിക്കാനും പാടാനും കുറഞ്ഞതൊരു 2 ഗിറ്റാറിസ്റ്റെങ്കിലും കാണും, 2 കീബോർഡിസ്റ്റ് കാണും, പാടാൻ ഇഷ്ടം പോലെ പിള്ളേർ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന ആരാധനയ്ക്ക് യാതൊരു പ്രാധാന്യതയും കൊടുക്കാതെ വാച്ചെ നോക്കി 10:15 ഡെസ്കയിൽ അടിച്ച് കാണിക്കുന്ന അച്ചാനാണെങ്കിൽ അച്ചാനും അമ്മാമ്മയും കൂടെ ഒരു പുസ്തകം തുറന്നു വെച്ച് മുമ്പിൽ ഇരുന്ന് പാടുന്നതല്ലാതെ ഒരു കുഞ്ഞും അവിടെ ആരാധനയ്ക്ക് കാണുകയില്ല. പിടികിട്ടിയോ? കുതിരയുടെ കുതിപ്പ് കുതിര പുറത്തിരിക്കുന്നവന്റെ കുതിപ്പാണ്. മനസ്സിലായില്ല? സ്തോത്രം. ഈ കുതിരപ്പുറത്തിരിക്കുന്ന ആളെ ഇങ്ങനെ പെതുക്കെ അനങ്ങാതിരുന്ന കുതിര ഇങ്ങനെ ഇങ്ങനെ പോകും. കുതിരപ്പുറത്തിരിക്കുന്നവൻ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ, നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഇടിച്ചു നിന്നാൽ കുതിര ഇങ്ങനെ തെറിച്ചു നിൽക്കും. യോഗം നടത്തുന്നവൻ ഫ്രൂട്ട് സലാഡ് പോലെ ഇരുന്ന വിശ്വാസികൾ ഐസ്ക്രീം പോലെ ഇരിക്കും. വല്ലതും പിടി കിട്ടിയോ? പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ആരാധന ആഗ്രഹിക്കുന്നവരുണ്ട്. ഈ വർഷം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് കൊതിക്കുന്നവരുണ്ട്. ഞാനിത് വെറുതെ പറയുന്നല്ല, ഇതൊരു ദൂതാണ്. കർത്താവേ, നീ എനിക്ക് വേണ്ടി തുറന്ന ഒരു പുതിയ വർഷം, നീ എനിക്ക് തന്ന ഈ സമയം, നീ എനിക്ക് തന്ന ആരോഗ്യം, നീ എനിക്ക് തന്ന ലൈഫ് ഇനി നഷ്ടപ്പെടുത്താനുള്ളതല്ല, എൻ്റെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാനുള്ളതാണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. നിങ്ങളുടെ എല്ലാം മേളിൽ ഒരു പുതിയ അഭിഷേകത്തെ ഇന്ന് രാത്രിയിൽ, അതിശക്തമേറിയ ഒരു ദൈവകൃപയെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ പകരട്ടെ. മക്കളെ, ഞാൻ വീണ്ടും പറയാം, നിങ്ങളെ എൻകറേജ് ചെയ്യുന്ന, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, ഉത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യവും നിങ്ങൾക്ക് കാണാനില്ലെങ്കിലും നിങ്ങൾ കർത്താവിൽ ബലപ്പെടണം. ശത്രു സിക്ലാഗ് കത്തിച്ച് നശിപ്പിക്കുമ്പോൾ, ഫെലിസ്ത്യന്മാർ അതിനെ ഒടുക്കി ചാമ്പൽ കൂമ്പാരമാക്കിയിട്ടിരിക്കുമ്പോൾ, ചാമ്പൽ കൂമ്പാരത്തിന്റെ മുകളിൽ ഇരുന്ന് ദാവീദ് രാജാവ് ഏഫോദ് അന്വേഷിച്ചുകൊണ്ട്, ഏഫോദ് ധരിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ, ഞാൻ ഈ പരീക്ഷയെ പിടിക്കണമോ എന്ന് ദാവീദ് ചോദിക്കുമ്പോൾ തൊട്ട് താഴെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ശക്തിപ്പെട്ടു. ഡേവിഡ് strengthened himself in Lord Yahweh. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ശക്തിപ്പെട്ടു. സാഹചര്യങ്ങൾ എതിരായിരിക്കുമ്പോഴും, ആരും കൂടെ കൈകൊട്ടാൻ ഇല്ലെങ്കിലും, ആരും പാടാൻ കൂടില്ലെങ്കിലും, ആരും കൂടെ എൻകറേജ് ചെയ്യാൻ ഇല്ലെങ്കിലും, ഇന്ന് രാത്രി തന്നെ താൻ വ്യക്തിപരമായി ദൈവസന്നിധിയിൽ ബലപ്പെടുന്ന, ദൈവസന്നിധിയിൽ ആത്മാവിൽ നിറയുന്ന, ദൈവസന്നിധിയിൽ കൃപയിൽ വർദ്ധിച്ചു വരുന്ന ഒരു കൂട്ടമായി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നോക്കിയേ, ദൈവത്തിൽ നകന്ന ഒരു തലമുറയെ ഈ മനുഷ്യൻ സാഹചര്യങ്ങളെതിരായി ദൈവത്തിലേക്ക് തിരിച്ചു. ജനത്തെ മിസ്പയിൽ വിളിച്ചുകൂട്ടി, അവർക്ക് വേണ്ടി ഉപവസിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദാൻ മുതൽ ബർഷേബ വരെ കർത്താവിന്റെ വിശ്വസ്ത പ്രവാചകനായി നിന്നു. നിങ്ങൾക്ക് ഞാൻ ഒരു വാക്യം, ദിവസം വരെ ഞാനൊരു വാക്യം വായിച്ചപ്പോൾ അതിനെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. ഈ ദൈവം തമ്പുരാൻ 2 പേരുടെ റിക്വസ്റ്റ് ബൈബിളിൽ
2 പേരുടെ റിക്വസ്റ്റ് ഒരിക്കലും റിജക്ട് ചെയ്യത്തില്ല. ഒന്നുകൂടെ പറയാം, 2 പേര്, വേദപുസ്തകത്തിലെ 2 പേർ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയെ ദൈവം ഒരിക്കലും നിഗ്ലക്ട് ചെയ്തില്ല. അവരെന്ത് ചോദിച്ചാലും ദൈവം ചെയ്യും. ആ 2 വ്യക്തികളിൽ ഒരാളാണ് സാമുവേൽ, ഒരാളാണ് മോശ. ഒരിക്കൽ ദൈവം തൻ്റെ ജനത്തോട് പറയുന്നുണ്ട്, ഇനി സാമുവേലും മോശയും കൂടെ വന്ന് പറഞ്ഞാലും ഞാൻ ഈ ഫയൽ എടുക്കുകയില്ലെന്ന്. മനസ്സിലായില്ലല്ലേ? ആ വാസം ഒന്ന് വായിച്ചോ. യിരെമ്യാ പ്രവചനം 15-ാം അധ്യായം 1-ാം വാക്യം. യിരെമ്യാ 15-ന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചോ. യഹോവ എന്നോട് അരുളി ചെയ്തത്, മോശയും ശമൂവേലും എന്റെ മുമ്പാകെ നിന്നാലും എന്റെ മനസ്സ് ഈ ജനത്തിങ്കിലേക്ക് ചായുകയില്ല. സാധാരണ നിലയിൽ മോശയും സാമുവേലും ഒരു വിഷയത്തിൽ കയറി ഇടപെട്ടാൽ ദൈവത്തിന്റെ മനസ്സ് മാറും. ഇനി മനസ്സ് മാറിയത് വായിപ്പിക്കണോ? സമയമില്ല. നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ട്, ഇതെല്ലാം വായിപ്പിക്കേണ്ടി വരുന്നേ. പ്രൈസ് ദി ലോർഡ്. മോശയും സാമുവേലും ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു വിഷയത്തിൽ ഇടപെട്ടാൽ ദൈവം മനസ്സ് മാറ്റും, ദൈവം തീരുമാനത്തെ മാറ്റുമെന്ന്. ഓ ജീസസ്, ഹല്ലേലൂയ. അങ്ങനെയാണ് ഈ മനുഷ്യനോടുള്ള ദൈവത്തിന്റെ സ്നേഹം. എന്താ? ഞാൻ വീണ്ടും അമ്മമാരോട്, പ്രാർത്ഥിക്കുന്നവരോട് പറയുന്നു, സാമുവേൽ പ്രാർത്ഥനയുടെ മറുപടിയാണ്. പ്രാർത്ഥനയുടെ മറുപടി ഒരിക്കലും ചെറുതായി പോകത്തില്ല. ദൈവമക്കളെ, ഹന്ന ഒരു കാരണവശാലും പ്രതീക്ഷിച്ചതല്ല ശരിക്കും സാമുവേൽ ഇങ്ങനെയൊക്കെ ആവുമെന്ന്. നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയാ ദൈവം നമുക്ക് വേണ്ടി സഞ്ചരിക്കുന്നത്. ഞാൻ ഇങ്ങനൊരു ദൈവിക ആലോചന വിശ്വസിക്കുന്ന മക്കളുമാരോട്, എൻ്റെ വാത്സല്യ സഹോദരങ്ങളോട് പറയാം, ഈ വർഷത്തിൽ ദൈവം, സർവശക്തനായ ദൈവം പല പ്രതികൂലങ്ങളുടെയും മധ്യയിൽ നിങ്ങൾ ചിന്തിക്കാത്ത അത്ഭുതങ്ങളെ ചെയ്യട്ടെ. പക്ഷെ ഞാനത് പറഞ്ഞത് വെറുതെ അല്ല, എൻ്റെ ഉള്ളിൽ ദൈവം അങ്ങനെ പ്രേരിപ്പിച്ചോണ്ടാണ്. 38 വർഷം ബെഥേസ്ത കുളക്കരയിൽ കിടന്ന രോഗിയോട് യേശു ചോദിച്ചു, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം. സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? ഉടനെ അവൻ യേശുവിനോട്, യജമാനനെ, എന്നെ ഈ വെള്ളത്തിലോട്ട്, ഈ കുളത്തിലോട്ട് ഇറക്കിത്തരാൻ എനിക്ക് ആരുമില്ല. അപ്പൊ ഇവന്റെ മൈൻഡിൽ, ഇവന്റെ മനസ്സിൽ ഇവൻ ചിന്തിച്ചു വെച്ചിരിക്കുന്ന കാര്യം എന്നാണെന്നറിയാമോ? വെള്ളത്തിലിറങ്ങിയാലേ സൗഖ്യമാകത്തുള്ളൂ, വെള്ളത്തിലിറങ്ങാതെ സൗഖ്യമാകത്തില്ല. നമുക്കങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ചില കാര്യങ്ങൾ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലൊക്കെ നടക്കാവൂ, അതുപോലൊക്കെ സംഭവിക്കാവൂ. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് അവനോട് ചോദിക്കുന്നു, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? അപ്പോഴാണ് അവൻ പറയുന്നത് വെള്ളത്തിലിറങ്ങണമെന്ന്. എന്നാൽ കർത്താവ് ഒരു കാര്യം പ്രൂവ് ചെയ്തില്ലേ, ഒരു തുള്ളി വെള്ളം നനയാതെ സൗഖ്യമാവുമെന്ന്. വെള്ളത്തിലിറങ്ങണ്ട മോനെ, കരയിൽ സൗഖ്യം നടക്കുമെന്ന് യേശു തെളിയിച്ചോ? കരയിൽ വെള്ളത്തിലാണോ സൗഖ്യം നടന്ന? കരയിലാണോ? കരയിൽ സൗഖ്യം നടന്നോ? അപ്പൊ ഞാൻ ചിന്തിക്കാത്ത, ഞാൻ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സഞ്ചരിക്കും. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്നെ ഈ ജെറുസലേമിന്റെ മതില് പണിയാൻ ദൈവം ഉപയോഗിച്ചത് ആരെയാ? ഉറക്കെ പറ. അതുകൊണ്ട് പ്രായമുള്ള അമ്മച്ചിമാർ, അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന, അവർ വാ തുറന്ന് പറയുന്നു, നെഹമ്യ. ചെറുപ്പക്കാരും മിണ്ടാതിരിക്കുന്നു. വാ തുറന്ന് പറഞ്ഞ്, യെരൂശലേമിന്റെ മതില് പണിയാൻ ദൈവം ഉപയോഗിച്ച ആരെയാ? ഉറക്കെ പറ. നെഹമ്യ. ഈ നെഹമ്യ എവിടാ ജനിച്ചേ? നെഹമ്യ എവിടാ വളർന്നേ? നെഹമ്യയുടെ സിറ്റിസൺഷിപ്പ് എവിടാ? നിങ്ങൾക്കൊരു സത്യം അറിയാവോ? യെരൂശലേമിന്റെ മതില് പണിയാൻ ദൈവം ഉപയോഗിച്ച നെഹമ്യ ജനിച്ചതും വളർന്നതും ജെറുസലേമിലല്ല. നെഹമ്യയുടെ അപ്പനപ്പന്മാർ പ്രവാസ കാലഘട്ടത്തിൽ അവർ കടന്നുപോയ സമയത്ത് വിവിധ പേർഷ്യൻ രാജ്യങ്ങളിൽ അവർ പാർത്തു. അങ്ങനെ നെഹമ്യ ഒരു പേർഷ്യൻ രാജ്യത്തിൽ, ഇറാഖ്, ഇറാൻ പോലുള്ള ഒരു പേർഷ്യൻ രാജ്യത്തിൽ, അവിടുത്തെ രാജാവിൻ്റെ കൊട്ടാരത്തിലെ പാനപാത്രവാഹകനായിരുന്നു. മനസ്സിലാവുന്നോ? അപ്പൊ നെഹമ്യ ജനിച്ചതും വളർന്നതും എവിടെ? ഇപ്പൊ ഇന്ന് യോഗം കഴിയുമ്പോൾ
പ്രായമുള്ളവർക്ക് അത്ര യൂസ്ഡ് അല്ല. പിള്ളേരോട് ചോദിച്ചാൽ മതി, ഗൂഗിളിനോടോ ചാറ്റ് GPT-യോടോ ഒക്കെ ഒന്ന് ചോദിച്ചാൽ മതി, നെഹമ്യ എവിടെയാ ജനിച്ചു വളർന്നതെന്ന്. ഉടനെ മറുപടി കിട്ടും, പേർഷ്യ. നെഹമ്യ ജനിച്ചതും വളർന്നതും ഇസ്രായേലിലല്ല. നെഹമ്യ ജനിച്ചതും വളർന്നതും എല്ലാം പേർഷ്യയിലാണ്. വർഷങ്ങൾക്ക് മുമ്പ് നെഹമ്യയുടെ അപ്പന്മാർ പ്രവാസ കാലഘട്ടത്തിൽ പേർഷ്യക്ക് പോയതാണ്. അതുകൊണ്ടാണ് ഒരു പേർഷ്യൻ രാജാവിൻ്റെ കൊട്ടാരത്തിലെ പാനപാത്രവാഹകനായി താൻ ജോലി ചെയ്തത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യഹൂദ്യ നാട്ടിൽ നിന്ന് ചില സഹോദരന്മാർ ഈ നെഹമ്യയുടെ കൊട്ടാരത്തിൽ ചെല്ലുന്നത്. അവരോടാണ് നെഹമ്യ ഇസ്രായേലിൽ ജെറുസലേമിലെ വിവരങ്ങൾ അന്വേഷിക്കുന്നത്. അവരാണ് നെഹമ്യയോട് പറയുന്നത്, ദേശം അപമാനത്തിലും കഷ്ടത്തിലുമായിരിക്കുന്നു, ജെറുസലേമിൻ്റെ വാതിലുകൾ പൊളിഞ്ഞും അതിൻ്റെ ജനലുകൾ തീ വെച്ച് കത്തിച്ചും കളഞ്ഞിരിക്കുന്നു. ഈ വാർത്ത കേട്ടപ്പോൾ ഞാൻ ദുഃഖിച്ചു, കരഞ്ഞു, ഉപവസിച്ചു. പെട്ടെന്ന് പറയാം, ഒരൊറ്റ യഹൂദന്മാരും ചിന്തിച്ചതല്ല ഈ മതില് പണിയാൻ, ഈ വാതില് പണിയാൻ പേർഷ്യന്നൊരുത്തം വരുമെന്ന്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒറ്റ യഹൂദന്മാരും ചിന്തിച്ചതല്ല ഈ മതില് പണിയാൻ, ഈ വാതില് പണിയാൻ പേർഷ്യൻ രാജ്യത്തിൽ നിന്ന് ഒരുത്തൻ വരുമെന്ന്. അവരെല്ലാം ഒന്നെങ്കിൽ ഈ പട്ടണം തകരും, അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നിന്ന് ആരെങ്കിലും എഴുന്നേക്കും. പക്ഷെ ഇവരാരും ചിന്തിച്ച റൂട്ടിലല്ല ദൈവം സഞ്ചരിച്ചത്. ഇന്ന് രാത്രിയിൽ ഇതൊരു പ്രവചന ദൂതായി സ്വീകരിച്ചോ. നീ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ നിന്നെ കരുതാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അത് അനുഭവിച്ചവർക്ക് ആ കൈകൾ അടിച്ച് ദൈവത്തിന് രാത്രി നന്ദി പറയാം. ഞാൻ ചിന്തിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ എൻ്റെ ദൈവത്തിന് എന്നെ പുലർത്താൻ, കരുതാൻ, സഹായിക്കാൻ കഴിയും. എന്നെ അത്ഭുതപ്പെടുത്തിയത്, കൊട്ടാരത്തിലെ പാനപാത്രവാഹകൻ രാജാവ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് രാജാവിൻ്റെ ഭക്ഷണം രുചിച്ചു നോക്കി അഭിപ്രായം പറഞ്ഞ് രാജാവിൻ്റെ വിശ്വസ്ത പുരുഷൻ ഉപവസിച്ചത്രേ. ഇഷ്ടംപോലെ ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് കൊട്ടാരം. ആ ഫുഡ് കിട്ടുന്ന കൊട്ടാരത്തിൽ ഒരു മനുഷ്യൻ പട്ടിണി ഇരുന്നത്രേ. പ്രാർത്ഥിക്കേണ്ടാത്ത യാതൊരു സാഹചര്യവും ഉള്ളവൻ പ്രാർത്ഥിച്ചത്രേ. ഓ ഹല്ലേലൂയ. നെഹമ്യയെ സംബന്ധിച്ച് കരയേണ്ട കാര്യമില്ല, നെഹമ്യയെ സംബന്ധിച്ച് ഉപവസിക്കേണ്ട കാര്യമില്ല, നെഹമ്യയെ സംബന്ധിച്ച് ജെറുസലേം പട്ടണത്തെ കുറിച്ച് വിലപിക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്തോ എവിടെയോ ഒരാത്മഭാരം അവന്റെ ഹൃദയത്തിൽ ദൈവം കൊടുക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ചിലതിന്റെ ഉള്ളത്തോട് ഇടപെടുന്ന ഒരു ദൈവമുണ്ട്, ചിലതിന്റെ ഹൃദയത്തോട് ഇടപെടുന്ന ഒരു തമ്പുരാനുണ്ട്. ഒരാത്മഭാരം അവന്റെ ഉള്ളിൽ ദൈവം കൊടുക്കുകയാണ്. ഓ ജീസസ്. ആ പുസ്തകത്തിൽ വായിക്കാൻ നേരെയില്ലാത്തതുകൊണ്ട് ഇപ്പൊ എടുത്ത് ഒത്തിരി വായിക്കേണ്ടി വരും. ആ പുസ്തകത്തിനകത്ത് 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലാണോ 10-ാം വാക്യത്തിൽ എനിക്കറിയത്തില്ല, രാജാവ് നെഹമ്യാവിനോട് ചോദിക്കുന്നുണ്ട്. നെഹമ്യ 2-ൽ, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? നിന്റെ മുഖം എന്താണ് വാടിയിരിക്കുന്നത്? കിട്ടിയ പാസ്റ്ററെ, നിന്റെ മുഖം എന്താണ് വാടിയിരിക്കുന്നത്? ബാക്കി ഒന്ന് റെഫറൻസ് പറഞ്ഞു പാസ്റ്റർ. 2:2 തെറ്റിയില്ല. 2:2 വായിച്ചോ. രാജാവിനോട്, നിന്റെ മുഖം വാടിയിരിക്കുന്ന എന്ത്? ഒരു മിനിറ്റ് പാസ് വായിക്കാം. രാജാവിനോട്, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? നിനക്ക് ദീനമൊന്നുമില്ല ഇല്ലല്ലോ, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ട് രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകൾ ഉള്ള പട്ടണം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കെ എൻ്റെ മുഖം വാടാതിരിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഈ രാജാവ് നെഹമ്യായോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യേണ്ടിയെന്ന്. അതൊന്ന് വായിച്ചേ. രാജാവിനോട്, നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു. അടുത്ത വാക്യം. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒന്നുകൂടെ വായിക്കണം അത്. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട്. മേലത്തെ വാക്യം ഒന്നുകൂടെ വായിക്കണം. രാജാവെന്നോട് നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു. റിജോ പാസ്റ്ററെ, രാജാവ് നെഹമ്യാവിനോട് ചോദിക്കുകയാണ്. ആരാ ചോദിച്ചത്? പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല. രാജാവ്
നെഹമ്യാവിനോട് ചോദിക്കുകയാണ്, നിനക്കെന്ത് സഹായം വേണ്ടേ? ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു, നിന്റെ മുഖത്തൊരു വാട്ടം, നിന്റെ മുഖത്തൊരു സന്തോഷമില്ല. സെക്രട്ടറി ആക്കാൻ ഞാനല്ല, ആരും മിണ്ടുന്നില്ലല്ലോ. ആത്മഭാരം, ഒരു ദേശത്തെ കുറിച്ചുള്ള ആത്മഭാരം. നിങ്ങളുടെ മുഖം വാടേണ്ടത് നിനക്ക് കസേര തരാഞ്ഞിട്ടല്ല, നിന്റെ മുഖം വാടേണ്ടത് നിനക്ക് സ്ഥാനമാനങ്ങൾ തരാഞ്ഞിട്ടല്ല. നിന്റെ മുഖം ദുഃഖിക്കേണ്ടത്, നിന്റെ ഉള്ളം കലങ്ങേണ്ടത് ദേശത്തെ കുറിച്ചുള്ള ആത്മഭാരത്തിലായിരിക്കണം. ആത്മഭാരം. രാജാവ് ചോദിക്കുകയാണ്, ചോദിച്ചത് രാജാവാണ്, പാസ്റ്ററെ, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? എന്റെ ചോദ്യം, എന്നെ നോക്കിയേ മക്കള്, സഹോദരങ്ങൾ എല്ലാവരും ഒന്ന് നോക്കിയേ. രാജാവല്ലേ ചോദിച്ചേ എന്താ ചെയ്യേണ്ടതെന്ന്? അപ്പൊ ഇതിന്റെ മറുപടി ആരോടാ പറയണ്ടേ? ഇതിന്റെ മറുപടി രാജാവിനോടാ പറയേണ്ടത്. രാജാവേ, ഇന്നതാണ് പ്രശ്നം, നീ എനിക്ക് വേണ്ടി ഇന്നത് ചെയ്തു തരണം. പക്ഷേ രാജാവ് നെഹമ്യാവിനോട് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം എന്ന് ചോദിച്ചപ്പോൾ അടുത്ത വാക്യം, ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചത് എന്തെന്നാൽ. വല്ല കണക്ഷനും പിടികിട്ടുന്നുണ്ടോ? രാജാവിനോടല്ല എനിക്ക് പറയാനുള്ളത്, രാജാവിനോടാണ്. ഇന്ന് രാത്രിയിൽ ഭൂമിയിലെ മനുഷ്യരോടല്ല എനിക്ക് പറയാനുള്ളത്, എന്റെ ദൈവത്തോടാണ്. ഇന്ന് രാത്രിയിൽ എന്റെ അപേക്ഷകൾ, എന്റെ പ്രാർത്ഥനകൾ എനിക്കറിയിക്കാനുള്ളത് വ്യക്തികളോടല്ല, എന്റെ ദൈവത്തോടാണ്. ഉറപ്പും അനുഭവം ഉള്ളവർ ഇന്ന് രാത്രിയിൽ കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. രാജാവ് ചോദിച്ചപ്പോൾ ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചതെന്തെന്നാൽ. മക്കളെ, ഈ വർഷം ഒരു തീരുമാനം എടുത്തോണം. മനുഷ്യൻ എനിക്ക് തരുന്ന പുകഴ്ചയോ മനുഷ്യൻ എനിക്ക് തരുന്ന ഇകഴ്ചയോ അല്ല എന്റെ വിഷയം. മനുഷ്യൻ എനിക്ക് തരുന്ന പരിഹാസമോ മനുഷ്യൻ എനിക്ക് തരുന്ന പ്രോത്സാഹനമോ അല്ല വിഷയം. ഇന്ന് രാത്രി എന്റെ വിഷയം എനിക്ക് എന്റെ ദൈവത്തോടുള്ള ബന്ധമാണ്. ഇന്ന് രാത്രി ആ ബന്ധമുള്ളവർ ഇതിനകത്തിരിപ്പുണ്ടോ? ആ ബന്ധമുള്ളവർ ഇതിനകത്തിരിപ്പുണ്ടോ? നിന്റെ കരങ്ങളെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്, പൊളിക്കാനല്ല പണിയാൻ. നിന്റെ കരങ്ങളെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്, പൊളിക്കാനല്ല പണിയാൻ. നിന്റെ കരങ്ങളെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്, പൊളിക്കാനല്ല. ശത്രു പൊളിച്ചതിനെ ഇന്ന് രാത്രിയിൽ പണിതുയർത്തോ.